നമസ്കാരം. ലോകമെമ്പാടുമുള്ള കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖ വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. പരിശുദ്ധ മറിയത്തിന് നൽകേണ്ട ശീർഷകങ്ങൾ അഥവാ വിശേഷണങ്ങൾ എന്താവണം എന്നത് സംബന്ധിച്ചൊരു വ്യക്തത, ഒരു വിശ്വാസ കാര്യത്തിലെ വ്യക്തതയാണ് വത്തിക്കാൻ വരുത്തുന്നത്. വിശ്വാസ കാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്ട്രി തന്നെ ഇത് സംബന്ധിച്ചുള്ള രേഖ പ്രസിദ്ധീകരിക്കുകയാണ്. എന്താണ് ഇതിൽ ഏറ്റവും പ്രധാനം? അതായത് സഹരക്ഷക എന്ന പ്രയോഗം, എന്ന ശീർഷകം പരിശുദ്ധ മറിയത്തിന് നൽകുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്നതാണ് ഈ രേഖ എന്നതാണ് ഏറ്റവും പ്രധാനം. വിശ്വാസികളുടെ മാതാവ്, ആത്മീയ അമ്മ, വിശ്വാസ ജനതയുടെ അമ്മ തുടങ്ങിയ ശീർഷകങ്ങൾ ഉപയോഗിക്കുന്നതിനെ രേഖ പ്രോത്സാഹിപ്പിക്കുമ്പോൾ സഹരക്ഷക, മധ്യസ്ഥ എന്നീ വിശേഷണങ്ങൾ, എന്നീ ശീർഷകങ്ങൾ പരിശുദ്ധ മറിയത്തിന് നൽകുന്നതിനെ വത്തിക്കാൻ നിരുത്സാഹപ്പെടുത്തുകയാണ് ഈ രേഖയിലൂടെ. ഈ സഹരക്ഷക, മധ്യസ്ഥ തുടങ്ങി, അതായത് രക്ഷകൻ, ഏകരക്ഷകനാണ്. അത് കത്തോലിക്ക സഭ ത്രിയേകദൈവം, അതായത് ഏകദൈവത്തിൽ അധിഷ്ഠിതമാണ്. അതിൽ ത്രിത്വമുണ്ട്, പക്ഷെ അത് ഏകദൈവത്തിലാണ്. ആരാധന സൃഷ്ടാവിനുള്ളതാണ്, സൃഷ്ടിക്കുള്ളതല്ല. ഈ കാര്യത്തിൽ കൂടുതൽ പ്രാധാന്യം മരിയ ഭക്തിക്ക് കൈവരുന്നുണ്ടോ? ഏകരക്ഷകൻ ക്രിസ്തു മാത്രമാണ് ഏകരക്ഷകൻ. അപ്പോൾ കൂടുതൽ പ്രാധാന്യം മറ്റെന്തെങ്കിലും കൽപ്പിക്കുന്നത് ശരിയാവുകയില്ല എന്താണ് ഇതിൻ്റെ ആത്യന്തികമായ, കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ട് യേശുക്രിസ്തുവിന് മാത്രമായുള്ള ഏകരക്ഷക ശീർഷകം മറ്റ് എവിടെയും നൽകേണ്ടതില്ല എന്താണ് ആ പറഞ്ഞ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ വളരെ പ്രധാനമായും വിശ്വാസികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. കത്തോലിക്കർക്കിടയിൽ മരിയ ഭക്തിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈദ്ധാന്തികമായ ആശയക്കുഴപ്പത്തെ പരിഹരിച്ച് അതിലൊരു വ്യക്തത വരുത്തുകയാണ് വത്തിക്കാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു രേഖ മാത്തേർ പോപ്പുലി ഫിദേലിസ് എന്ന രേഖയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിൽ വളരെ കൃത്യമായി ലിയോ 14 മാർപ്പാപ്പ ഇതിന് അംഗീകാരം നൽകി വത്തിക്കാൻ്റെ ഔദ്യോഗിക നിർദ്ദേശമായി പുറത്തേക്ക് വരികയാണ്. ഇത് ഏതെല്ലാം നിലയ്ക്കാണ് കത്തോലിക്ക സഭയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാകുന്നത്? സഹരക്ഷകയായി കൂടുതൽ പ്രാധാന്യം പരിശുദ്ധ മറിയത്തിന് കൽപ്പിച്ചു കൊടുക്കേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. കത്തോലിക്ക സഭയെ സംബന്ധിച്ച് ജപമാല ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. പക്ഷേ അതൊരിക്കലും മാധ്യസ്ഥം അപേക്ഷിക്കുന്ന ഒരു പ്രാർത്ഥന എന്നതിൽ കവിഞ്ഞൊരു ആരാധനയല്ല എന്നതാണ്. അല്ലെങ്കിൽ ആരാധനയ്ക്ക് അർഹത സൃഷ്ടാവിന് മാത്രമാണ്, ത്രിയേക ദൈവത്തിന് മാത്രമാണ് എന്നതാണ് കത്തോലിക്ക സഭയുടെ ടീച്ചിങ്സ്. പക്ഷെ പല ഘട്ടങ്ങളിലും ഇവ മാറി അതിൽ കൂടുതൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഡീവിയേഷൻസ് ഉണ്ടാകുന്നുണ്ടോ, എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പം വിശ്വാസികൾക്കിടയിൽ ഉണ്ടോ എന്താണ് പ്രധാനപ്പെട്ട ചോദ്യം. സാമൂഹിക ജീവിതത്തിൻ്റെ വൈവിധ്യമാർന്ന മേഖലകളിൽ മധ്യസ്ഥത എന്ന പദത്തിന് തന്നെ വ്യത്യസ്തമായ ഉപയോഗം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ശീർഷകത്തിൽ, അതായത് ഏക മധ്യസ്ഥനും ഏകരക്ഷകനും എല്ലാം ക്രിസ്തുവിന് തന്നെ നൽകേണ്ട പ്രയോഗങ്ങളാണ്, ശീർഷകങ്ങളാണ്. അതിനും അപ്പുറത്തേക്ക് എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്ന ശീർഷകം പരിശുദ്ധ മറിയത്തിന് നൽകേണ്ടതില്ല. ഇങ്ങനെയാണ് അതിൽ വിശദമായി ഈ രേഖയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഈ നിലയ്ക്കാണ്. അപ്പോൾ ഈ പ്രാർത്ഥനകളിൽ പലയിടങ്ങളിലും പരിശുദ്ധ മറിയത്തിന് യേശു ക്രിസ്തുവിനേക്കാൾ, ഈശോ മിശിഹായേക്കാൾ പ്രാധാന്യം പ്രാർത്ഥനകളിൽ നൽകുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്നു. അതായത് ഏകരക്ഷകൻ, രക്ഷ എന്നത് ത്രിയേക ദൈവത്തിലൂടെ മാത്രമാണ്, ഏകരക്ഷകൻ യേശു ക്രിസ്തു മാത്രമാണ്. ഇതാണ് ഈ വിഷയത്തിൽ പ്രൊട്ടസ്റ്റന്റുകാരും കത്തോലിക്കരും തമ്മിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, പലതരം ചർച്ചകൾ പല കാലങ്ങളിൽ ഇത് സംബന്ധിച്ച്, അതായത് സഹരക്ഷക എന്ന പ്രയോഗം പൊതുവായി കത്തോലിക്ക സഭയിലെ വൈദികർ തന്നെ ഉപയോഗിച്ചു വരികയും ചെയ്യുന്നുണ്ട്. ഇതിൽ വലിയ ചർച്ച കത്തോലിക്ക വിശ്വാസികൾക്കിടയിൽ നടക്കുന്നുണ്ട്, സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. അതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, കൃപാസനത്തിൽ വലിയ പ്രാധാന്യം, യേശുക്രിസ്തുവിനേക്കാൾ വലിയ പ്രാധാന്യം മാതാവിന് നൽകുന്നു എന്നൊരു ചർച്ച ചില വിശ്വാസികൾ ചില സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴി നൽകുന്നു. അങ്ങനെയുണ്ടോ എന്ന് വിശദീകരിക്കേണ്ടത് അവർ തന്നെയാണ്. അതായത് കൂടുതൽ പ്രാധാന്യം, യേശുക്രിസ്തുവിനേക്കാൾ കൂടുതൽ പ്രാധാന്യം മരിയ ഭക്തിക്ക് നൽകുകയും അത് വിശ്വാസത്തിൽ നിന്ന്, യഥാർത്ഥത്തിൽ സഭയുടെ പഠനത്തിൽ നിന്ന് കുറച്ച് വിഭിന്നമായി പോകുന്നുണ്ട് എന്ന അഭിപ്രായം. ഇപ്പോൾ ഈ കാര്യത്തിൽ വത്തിക്കാൻ കുറെ കൂടി വ്യക്തത വരുത്തുകയും ചെയ്തു. അതായത് സഹരക്ഷക എന്ന പ്രയോഗം അത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് എന്ന് അസന്നിഗ്ധമായി പറഞ്ഞു കഴിയുന്നതോടുകൂടി കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക നിലപാട് ഈ കാര്യത്തിൽ അനാവശ്യമായ ഒരു പ്രാധാന്യം ഈ കാര്യത്തിൽ നൽകേണ്ടതില്ല എന്ന് മാത്രമല്ല, ആ ശീർഷകമോ ടൈറ്റിലോ സഹരക്ഷക, ഒരു രക്ഷകനേ ഉള്ളൂ. അപ്പോൾ ആ രക്ഷാകര പദ്ധതിയുടെ സഹകാരി എന്ന നിലയ്ക്കാണ് നേരത്തെ പരിശുദ്ധ മറിയത്തെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്.
അപ്പോൾ ഒരു കാര്യത്തിൽ കൂടി കുറെ കൂടി ക്ലാരിറ്റി എടുത്ത് പറയുകയാണെങ്കിൽ ത്രിയേക ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇത് ഹോളി ഫാമിലി അല്ല, തിരുക്കുടുംബമല്ല. ഇതാണ് കത്തോലിക്ക സഭയുടെ ടീച്ചിങ്സ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൃപാസനമടക്കമുള്ള ധ്യാന കേന്ദ്രങ്ങളിലെ പ്രാർത്ഥനകൾ സംബന്ധിച്ച് ഉന്നയിക്കപ്പെടുന്ന വിമർശനങ്ങൾ ശരിയാണോ? അത് സംബന്ധിച്ച് ആധികാരികമായി വിമർശനം ഉന്നയിക്കാൻ ഞാൻ ആളല്ല. അവിടെ സന്ദർശനം നടത്തുകയോ അവിടുത്തെ പ്രാർത്ഥനകളെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയുമില്ല. പക്ഷേ ചിലർ പറയുന്നു കൂടുതൽ പ്രാധാന്യം, അല്ലെങ്കിൽ സഭയുടെ പഠനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം മാതാവിന് നൽകുന്നു. മാതാവ് എന്നാൽ പരിശുദ്ധ കന്യകാമറിയം. അപ്പോൾ അത് ക്രിസ്തുവിന് പ്രാധാന്യം നൽകുന്നതിനേക്കാൾ കൂടുതലാണ്. അവിടുത്തെ ചുമതലക്കാരനായ ഫാദർ ജോസഫ് വലിയ വീട്ടിലൊക്കെ അത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ അവരുടെ തന്നെ വേദികളിൽ വിശദീകരിക്കുമായിരിക്കും. അതായത് മാതാവെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥന, അത്തരം പ്രാർത്ഥനകൾ യഥാർത്ഥത്തിൽ പാടുള്ളതല്ല. ഔദ്യോഗിക രേഖകളിൽ ജപമാല എടുത്താൽ അപേക്ഷിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നതാണ്. അപ്പോൾ ഈ കാര്യത്തിൽ കൂടുതൽ പ്രാധാന്യം മാതാവിന് നൽകുന്നത് യഥാർത്ഥത്തിലുള്ള വിശ്വാസ വഴിയുടെ ഒരു റൂട്ടല്ല എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ ആത്യന്തികമായ അർത്ഥം. അപ്പോൾ യഥാർത്ഥത്തിൽ കൃപാസനം പ്രോത്സാഹിപ്പിക്കുന്നത് മറ്റെന്തെങ്കിലുമാണോ? ധാരാളം കമൻറ്റുകൾ ഞാൻ സമൂഹ മാധ്യമങ്ങൾ വഴി കണ്ടു. അത് ഈ വീഡിയോയുടെ ഭാഗമായി ചേർക്കാം. അതിൽ ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കത്തോലിക്ക വിശ്വാസം ഫോക്കസ് ചെയ്യേണ്ടത് ഏകരക്ഷകനിലാണ്. അതിൽ കൂടുതൽ മരിയഭക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ഉചിതമാണോ? ഇതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ വത്തിക്കാൻ ലോകമെമ്പാടുമുള്ള 140 കോടി അംഗങ്ങളുണ്ട് എന്ന് കണക്കുകൾ പറയുന്നു. സഭയുടെ രേഖകൾ തന്നെ പറയുന്നു. അവർക്കാകെ നൽകുന്ന നിർദ്ദേശം സഹരക്ഷക എന്നൊരു ശീർഷകം, എന്നൊരു വിശേഷണം യഥാർത്ഥത്തിൽ ആവശ്യമില്ല. ത്രിയേക ദൈവത്തിനാണ് പ്രാധാന്യം. ഏകരക്ഷകൻ ക്രിസ്തുവാണ്. അതാണ് യഥാർത്ഥത്തിൽ രക്ഷയുടെ മാർഗം. അതിനും അപ്പുറത്തേക്ക് അനാവശ്യമായി ഇത്തരം വിശേഷണ പദങ്ങൾ നൽകുക വഴി, ശീർഷകങ്ങൾ നൽകുക വഴി ആശയക്കുഴപ്പം വിശ്വാസികളിൽ ഉണ്ടാവുകയും ഒരർത്ഥത്തിൽ പാഷണ്ഡത എന്ന് പറയും പലയിടങ്ങളിലും പ്രചരിക്കാൻ ഇടയാവുകയും ചെയ്യും. അത് നേരത്തെ ഈസ്റ്റേൺ തിയോളജിയിൽ ഈ കാര്യത്തിൽ കുറെ കൂടി വ്യക്തത ഉണ്ടായിരുന്നതാണ്. പക്ഷെ പല കാലങ്ങളിൽ കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാത്തത് കൊണ്ടായിരിക്കാം ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അപ്പോൾ കൃപാസനത്തിൻ്റേത് ഞാനൊരു പോപ്പുലറായ ധ്യാന കേന്ദ്രത്തിൻ്റെ ഉദാഹരണം പറഞ്ഞതാണ്. എന്താണ് അവരുടെ വിശദീകരണം എന്നറിയാൻ യഥാർത്ഥത്തിൽ താല്പര്യവുമുണ്ട്. ഒരർത്ഥത്തിൽ കത്തോലിക്ക സഭയെ സംബന്ധിച്ചും അകത്തോലിക്ക ദൈവശാസ്ത്രജ്ഞന്മാർക്കിടയിലുള്ള സംഭാഷണങ്ങളിലുമൊക്കെ ഈ തീരുമാനങ്ങൾ തുടർന്ന് അങ്ങോട്ടേക്ക് വലിയ ചർച്ചകൾക്ക് വഴിതെളിക്കാൻ പോകുന്ന ഒന്നാണ്. അടിസ്ഥാനപരമായി വിശ്വാസം എന്നത് ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണല്ലോ. പക്ഷേ സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്നു. അതായത് കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക മതബോധനം എന്നത് രേഖയാണ്. അപ്പോൾ വിശ്വാസ കാര്യങ്ങൾക്കായാലും ഡിക്കാസ്ട്രി ഏതായാലും ഇങ്ങനൊരു രേഖ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇതോടുകൂടി ഈ കാര്യത്തിലൊരു ക്ലാരിറ്റി സഭ വരുത്തിയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും പലയിടങ്ങളിലും, ഇപ്പോൾ കൃപാസനമായിക്കോട്ടെ മറ്റു പല സ്ഥലങ്ങളിലും ഇത്തരം പ്രാർത്ഥനകളിൽ അനഭിലഷണീയമായ പ്രവണതകൾ ഉണ്ട് എന്ന വിമർശനത്തിന് അവരുടെ മറുപടി എന്താണ്? അത്തരം വിശദാംശങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വിശദമായി പരിശോധിക്കാം എന്ന് കരുതുകയാണ്. ഏതായാലും കത്തോലിക്കർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുന്ന സുപ്രധാനമായ ഒരു തീരുമാനം, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി, ഒരു രേഖ, ആശയക്കുഴപ്പം നീക്കുന്ന ഒരു രേഖ വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണെന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത്.